ജിണ്ടു അവന്റെ ജോലി ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ആ കള്ളൻ വരുവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആ ബാങ്കിന്റെ വാതിൽ തുറന്നു വരുന്നു. ഇത് അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ മോഷണമായിരിക്കും. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ചുൾബുൾ വരൂ, നമുക്ക് രണ്ടുപേർക്കും വീടിന്റെ അടുത്തേക്ക് പോവാം. വരൂ വരൂ. നോക്ക്, റോബോ ബോയ് പോകുന്നു. ഉറപ്പായിട്ടും ആ മോഷ്ടിക്കുന്ന ഭൂതത്തെ പിടിക്കാനായിരിക്കും പോകുന്നത്. നീ ആര് തന്നെയായാലും നിൽക്കവിടെ. എന്നെ നിനക്ക് കാണാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ എന്നെ പിടിക്കുന്നത്? ഞാൻ ഭൂതമാണ്. ഓ, അപ്പന്റെ ടിംബക്റ്റു ആയിരുന്നോ? നിനക്ക് ആൾക്കാരെ വേണേ പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. ഇന്ന് നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇംലി ചുൾബുൾ മാറി നിന്നോ. ഇത് ടിംബക്റ്റു ആണ്. ഏതോ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ഇൻവിസിബിൾ ആയിരിക്കാണ്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ കുറെ കാലുമടക്കി തൊഴിക്കാം. ഒരു തൊഴിയെങ്കിലും അവന് കൊള്ളാതിരിക്കില്ല. ഇംലി, നീ ഇവിടെ എന്ത് ചെയ്യുക? വീർ, വീർ, എഴുന്നേക്ക്. ഇംലി നിന്റെ തലയിൽ എന്താ വെച്ചേക്കുന്നെന്ന് നോക്ക്. വീർ, എഴുന്നേക്ക്. നിനക്കിത് എന്ത് പറ്റി ചുൾബുൾ? അല്ല ഇംലി, നീ എന്താ ഈ സമയത്ത് ഇവിടെ? വീർ, വീർ, നിന്റെ തലയിൽ അവളെന്തോ വെച്ചിട്ടുണ്ട്. ഇതെന്താ? ഓ, ഇത് ഡേറ്റ ട്രാൻസ്ഫർ ഡിവൈസ് ആണല്ലോ. ഇംലി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മാത്രല്ല നിന്റെ കണ്ണിൽ എന്താ ഇങ്ങനത്തെ എക്സ്പ്രഷൻ വരുന്നേ? ഇത് ഇംലി അല്ല, വേറെ ആരോ. ജിണ്ടുവിനെ വിളിച്ചേ പറ്റൂ. എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. ജിണ്ടു, വേഗം ഇംലിയുടെ അടുത്തേക്ക് ചെല്ല്. ഓക്കെ ബോസ്, അതിനെന്താ ഇപ്പൊ എത്തിക്കാലോ. ഇതിൽ 1% ഡേറ്റ പോലും ഇതുവരെ ട്രാൻസ്ഫർ ആയിട്ടില്ലല്ലോ. വീണ്ടും ചെല്ല്. ഈ തവണ നിന്റെ ശക്തി പൂർണ്ണമായിട്ട് നീ ഉപയോഗിക്കണം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇംലി, നീ എങ്ങനെ ഇവരോട് കൂടിയത്? ഞങ്ങൾ ഇവളെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവൾ ഞങ്ങൾ പറയുന്നത് മാത്രമേ അനുസരിക്കൂ. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? വീർ, വീർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇത് പിടിക്ക്. ഇത് നീ നിന്റെ തലയിൽ വെക്ക്. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഞാൻ തലയിൽ വെച്ച എന്റെ എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് കയറും.
വീർ, നീ എന്താ നിന്റെ പവറുകളൊന്നും ഉപയോഗിക്കാത്തത്? ഇല്ല, ഞാൻ ഒരിക്കലും ഇംലിയെ ആക്രമിക്കില്ല. അവളെ ഹിപ്നോട്ടൈസ് ചെയ്തിരിക്കുക. ആ ചിഞ്ചിഞ്ചുവിന്റെ കയ്യിൽ ഒരു കറുത്ത കണ്ണടയുണ്ട്. അതെടുത്ത് വെച്ച് ഗ്രീൻ ബട്ടൺ അമർത്തി ഇംലിയുടെ കണ്ണിലേക്ക് നോക്കിയാ മതി. അവള് പഴയതുപോലെ ആയിക്കോളും. ഡ്രില്ലിംഗ് സ്യൂട്ട് ഓൺ. ഡ്രില്ലിംഗ് സ്യൂട്ട് ഓൺ. അപ്പൂപ്പ, ഞാൻ ഡ്രില്ലിംഗ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെല്ലാം കാണുന്നുണ്ട് വീർ. വീർ, നീ നിന്റെ പിന്നിലേക്ക് നോക്ക്. ഏതോ ഏലിയൻ വരുന്നുണ്ട്. വീർ, മറ്റേ ഏലിയനുകളും വരുന്നുണ്ട്. വീർ, സമയം കുറവാണ്. ഡിക്കി ചെയ്തുകൊണ്ടിരിക്കേ. അപ്പൂപ്പ, എന്റെ ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോണ്ട് വേറെ ബാറ്ററി എടുക്കാനും മറന്നുപോയി. നമുക്ക് വേഗം പോവാം അപ്പൂപ്പ. വീറിനെ നമ്മള് സഹായിക്കണം. ഞാൻ ഇൻവിസിബിൾ സ്പേസ് ഷിപ്പിൽ അങ്ങോട്ടേക്ക് പോകാം. നിങ്ങൾ ഇവിടെ നിൽക്ക്. അവിടെ ഒരുപാട് അപകടങ്ങളുണ്ട്. ഇൻവിസിബിൾ സ്പേസ് ഷിപ്പോ? അതെ, അതിനെ മറ്റാർക്കും കാണുവാൻ സാധിക്കുകയില്ല. അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മെർജ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. ഞാൻ റോബോ ബോയെ സഹായിക്കാൻ പോകുന്നത് ഈ ലോകത്തുള്ള ആളുകൾ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇംലി, നീയും ഇവിടേക്ക് വന്നോ? നീ ഒരു വാശിക്കാരിയാണല്ലോ. പക്ഷെ നീ വീറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ശരി, എന്റെ കൂടെ വരൂ. എമിലി, ഇനി 5 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ ആ ഏലിയൻസിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിക്കാൻ പോവുക. അവരെന്റെ പിന്നാലെ വരുമ്പോൾ നീ വീറിന്റെ ശരീരത്തിൽ ഈ ബാറ്ററി ഫിക്സ് ചെയ്യണം. അപ്പൂപ്പന് വേഗം ഓടാൻ പറ്റില്ല. ഞാനതിന്റെ ശ്രദ്ധ തിരിക്കാം. അപ്പൂപ്പൻ ബാറ്ററി ഇട്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. Robo-boy suit on! Robo-boy suit on. അങ്ങോട്ട് നോക്ക്, റോബോ-ബോയ്. ഓ, അപ്പൊ ഈ വീരായിരുന്നല്ലേ റോബോ ബോയ്? എനിക്ക് ആദ്യം തൊട്ടേ സംശയം ഉണ്ടായിരുന്നു. ഷൂട്ട് ചെയ്യേ, ഷൂട്ട് ചെയ്യേ. ഇതെന്താ പെട്ടെന്ന് ഇരുട്ടായത്? ആരെങ്കിലും ഒന്ന് ലൈറ്റ് ഇട്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇടാ മണ്ട, നിന്റെ തലയിലിരിക്കുന്ന കല എടുത്ത് മാറ്റടാ. അയ്യോ, ഇതെന്താ? ചൽബോൾ, അങ്ങോട്ട് നോക്ക്. ബബ്ലി വീറിനെ ഷൂട്ട് ചെയ്യാ. അവര് ഇപ്പോഴും നമ്മുടെ പിന്നാലെ തന്നെയാ. ഈ ജിണ്ടു ഇത് എവിടെ പോയി കിടക്കുക? ആ, സാരമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം. ആരാ എന്നെ അടിച്ചത്? ആരെങ്കിലും രക്ഷിക്കണേ.
റോബോ ബോയ്. താങ്ക് യു. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യം ഒന്ന് മാറ്റി വെക്കൂന്നേ പ്ലീസ്. ദേഷ്യം നമുക്ക് ഒരിക്കലും നല്ലതിനല്ല. നീ ഭയങ്കര ശക്തിശാലിയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ തോൽവി സമ്മതിക്കുന്നു. ചെന്ന ട്രക്ക് തടഞ്ഞു നിർത്ത്, അതിപ്പോൾ പാലമിടിച്ച് തകർക്കും. എന്റെ ദൈവമേ! ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഈ പാലം മുഴുവനായി പൊളിയുന്നതിന് മുന്നേ ഇത് എങ്ങനെങ്കിലും തടയണം, അല്ലെങ്കിൽ ഇതെല്ലാം താഴെ വീഴും. ആരാ ഇത് എന്നെങ്ങനെ പിന്നെയും പിന്നെയിട്ട് അടിക്കുന്നത്? അടിക്കരുത്,